ഹലോ നമസ്കാരം. മൈൻഡ്സൂമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോത്സ്ന. ഞാനിന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് 18 വയസ്സാകുമ്പോഴേക്കും കുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഉത്കണ്ഠപ്പെടുന്ന വിഷമിക്കുന്ന മാതാപിതാക്കളോടും, അതുപോലെ തന്നെ 18 വയസ്സാകുമ്പോഴേക്കും +2 ഒക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രേമിച്ചിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വ്യക്തികളെ ഒരു പരിചയം ഉണ്ടാവില്ല, അവരെ കൂടെ വീട്ടുകാർ ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളോടുമാണ് എനിക്കിന്ന് പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനാണല്ലേ. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്കൊരു വാല്യൂ വേണം, നമുക്കൊരു ഐഡന്റിറ്റിയും വേണം. ഒരു സ്ത്രീ ഒരു പുരുഷന്റെ അടിമയായി ജീവിതകാലം മുഴുവൻ കഴിയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. നമ്മൾ എന്തിനാണ് ഒരു കുടുംബജീവിതം തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാനാണല്ലേ. നമുക്ക് കുറച്ച് കാലഘട്ടമേ ഉണ്ടാവുള്ളൂ. ആ കാലഘട്ടത്തിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണം. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് എന്ത് വേണം? ഐഡന്റിറ്റി വേണം, വാല്യൂ വേണം. അത് വേണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം. അപ്പോൾ ഈ 18 വയസ്സാകുമ്പോൾ നിങ്ങളൊരു +2 കഴിഞ്ഞ സമയമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തിയാവും? ഒരിക്കലും ഇല്ല. നിങ്ങളൊരു വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് മാത്രമേ നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. പാരൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിക്കുന്ന കുട്ടികളെ ആ ലെവലിലേക്ക് നിങ്ങൾ വിടുക. ആ സമയത്ത് അവരെ വിവാഹത്തിനെ കുറിച്ചിട്ട് നിർബന്ധിക്കാൻ പാടില്ല. കാരണം അവർക്ക് അവരുടെ ഡിസിഷൻ പറയാനുള്ള പ്രായമായിട്ടുണ്ട്. 18 വയസ്സ്. വിവാഹം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ വ്യക്തിപരമായും സ്വകാര്യമായിട്ടുള്ള ഒരു തീരുമാനമാണ്, ഉറച്ച ഡിസിഷനാണ്. അത് പറയാൻ പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും റൈറ്റ് ഉണ്ട്. അവർക്കത് പറയുന്ന സമയത്ത് അവരത് പറയും. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ലവ് ലൈഫാണ് മാരേജ് എന്ന് പറയുന്നത്. ആ സമയത്ത് വേണം നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ. കാരണം 18 വയസ്സാകുമ്പോൾ നമുക്കത് ആവില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പല സൂയിസൈഡുകളൊക്കെ നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഭർത്താക്കന്മാരെ അടിമയായിട്ടാണ് കാണുക. അവരൊന്നിനും വിടില്ല. നല്ല കഴിവുള്ള കുട്ടികളായിരിക്കും. ചിലപ്പോൾ ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒക്കെ കഴിവുള്ളവരായിരിക്കും. പക്ഷെ അവര് കല്യാണം കഴിഞ്ഞ കുട്ടികളായി അങ്ങനെ അവരുടെ ലൈഫ് അവിടെ അവർക്ക് വേണ്ടി അവർ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വീട്ടിന് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹമൊക്കെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിപ്പെടരുത്. അങ്ങനെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ വിവാഹം കഴിക്കുന്ന ഒരു പെൺകുട്ടി ഡോക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ്, ഭർത്താക്കന്മാർക്കും അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ വീട്ടുകാർക്കുമാണ് അതിൻ്റെ ഒരു ക്രെഡിറ്റ് ഉള്ളത്. മറ്റുള്ളവരോട് പറയാനായാലും അതിൻ്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. അപ്പം നിങ്ങൾ ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. അല്ലാതെ നിങ്ങൾ ചെറുപ്പത്തിലെ കുട്ടികളെ വിവാഹം കഴിച്ചു വെച്ചിട്ട് അവരുടെ ആ ഒരു നല്ല സമയം അല്ലെങ്കിൽ അവരുടെ ആ സ്വപ്നങ്ങളൊന്നും നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഇപ്പൊ പെൺകുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ ഡിസിഷനാണ്. നിങ്ങൾ നോ പറയേണ്ട സ്ഥലത്ത് നിങ്ങൾ നോ പറയണം. അവിടെ ഉമ്മ എന്ത് വിചാരിക്കും, വാപ്പ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾക്ക് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ റൈറ്റ് നമുക്കുണ്ടല്ലോ. നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്, നിങ്ങൾക്കൊരു ടീച്ചർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ സെറ്റായിട്ട് നിങ്ങൾക്ക് മാരേജ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വേണം മാരേജിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ. അല്ലാതെ എടുത്ത് ചാടിയിട്ട് നമ്മളൊരു ഡിസിഷനും എടുക്കാൻ പാടില്ല. ഇനി എനിക്ക് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് നമ്മൾ 18 വയസ്സാകുമ്പോഴത്തേനും ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളോടാണ്. നിങ്ങൾക്കൊരു നല്ലൊരു ലൈഫ് നിങ്ങളുടെ വീട്ടുകാരായിട്ട് തിരഞ്ഞെടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ഇപ്പം ഈ കാണുന്ന പ്രണയം ഒന്നല്ല ലൈഫ്. അത് വെറുതെ ഒരു എന്താ പറയുക, പ്രായത്തിൻ്റെ ചാഞ്ചാട്ടം മാത്രമാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അവരെല്ലാം ആയിരിക്കും. പക്ഷെ നിങ്ങൾ അവരെ കൂടെ ജീവിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ആ ഇത് മനസ്സിലാവുക. പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടും അവരുടെ ക്യാരക്ടറും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പം നിങ്ങളൊരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകും. നിങ്ങളെ സഹായിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ ഇഷ്ടത്തോടു കൂടി നിങ്ങളൊരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു ലൈഫാവും നിങ്ങൾക്ക് കിട്ടുക. അതല്ലേ നല്ലത്? ഒരു ഡ്രീം ലൈഫൊക്കെ ജീവിക്കുന്നതല്ലേ നല്ലത്? അല്ലാതെ എന്തിനാണ് നമ്മൾ എടുത്തു ചാടിയിട്ട് ഒരു തീരുമാനം എടുക്കുന്നത്? അപ്പോൾ വിവാഹം കഴിക്കുന്നവരത് ശ്രദ്ധിക്കുക. നമുക്കൊരു വാല്യൂ വേണമെങ്കിൽ, നമുക്കൊരു ഐഡന്റിറ്റി വേണമെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, നമുക്കൊരു ജോലി ഉണ്ടാവണം. എപ്പോഴും നമ്മളൊരു ജോലി കണ്ടെത്തിയിട്ട് മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഒരു വർഷമെങ്കിലും നമ്മൾ ആ പാർട്ട്ണറിനെ മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ എല്ലാ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ അവരായിട്ട് ഷെയർ ചെയ്യണം. അവരുടേത് നമ്മൾ അറിയണം. എന്നിട്ട് മാത്രം നമ്മൾ വിവാഹത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അങ്ങനെ ആണെങ്കിൽ നമുക്ക് കുറേയൊക്കെ ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പെൺകുട്ടികളെ അവരുടെ വഴിക്ക് വിട്ടുകൊടുക്കുക. അവരുടെ ഡിസിഷൻ അവരെടുക്കണം. ഇപ്പം എനിക്കറിയുന്ന ഒരു പെൺകുട്ടി ഉണ്ട്.
ആ പെൺകുട്ടിയുടെ പാരൻസ് പറഞ്ഞേക്കണത് എങ്ങനെയാണ്, നിനക്ക് എപ്പോഴാണോ കല്യാണം വേണ്ടത് ആ സമയത്ത് നീ ഞങ്ങളോട് പറഞ്ഞാൽ മതി, അപ്പം ഞങ്ങൾ നടത്തിത്തരാണ്. ആ പെൺകുട്ടിയുടെ ഒരു കഥ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ആ കുട്ടി +2 ഫുൾ A+ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഹിന്ദി TTC എടുക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അപ്പം എന്നോടൊന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനേക്കാളും നല്ലത് നീ TTC എടുത്തോന്ന് പറഞ്ഞു. അപ്പം ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ കുട്ടി ഡ്രോപ്പ് ചെയ്തിട്ട് TTC എടുത്തു. TTC എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ PSC വന്നു. PSC വന്നിട്ട് എക്സാം എഴുതി. അതിലിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് ആ കുട്ടി. 21 വയസ്സേ ആ കുട്ടിക്കുള്ളൂ. അപ്പത്തിനും ആ കുട്ടിക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിരിക്കുകയാണ്. ഇനി ആ കുട്ടിക്ക് ഡിഗ്രി ചെയ്യാം. ആ കുട്ടിയുടെ ലൈഫ് അവിടെ സെറ്റായി. ഇനി ആ കുട്ടിക്ക് ഇനിയൊരു വിവാഹ ജീവിതത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. കാരണം ആ കുട്ടി അവിടെ ക്വാളിഫൈഡ് ആയി, ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു പ്രായം എത്തിയിട്ട് നമുക്കൊരു ധൈര്യം വന്നിട്ട് മാത്രം നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക, അല്ലാതെ നമ്മൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.